ഹായ് ഓൾ, അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എഗ്ഗ് വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോയിലേക്ക് പോയാലോ? അതിനു മുമ്പ് ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഒരു 5 മുട്ടയിലേക്കുള്ള മസാലയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഇതിൽ കൂടുതൽ വേണ്ടവർക്ക് എടുക്കുന്ന സവാളയുടെ അളവൊക്കെ കൂട്ടിക്കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു തണ്ട് കറിവേപ്പിലയും ഒരു പച്ചമുളക്, എരിവിന് ആവശ്യത്തിനുള്ള ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മുളക് അത്യാവശ്യം എരിവുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഒന്ന് ചേർത്തിട്ടുള്ളത്. എരിവില്ലാത്ത മുളകൊക്കെ ആണെങ്കിൽ 2-3 എണ്ണം ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, 1/4 ടീസ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വലിയൊരു കിഴങ്ങ് ഞാനിവിടെ ബോയിലിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ തന്നെ. അത് തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സിനുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ബോയിൽ ചെയ്തെടുത്തിട്ടുള്ള 5 മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നടുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാ മുട്ടയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഫില്ലിങ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് ഈ മുട്ടയുടെ ഉള്ളിലെ ഈ മഞ്ഞ ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. എല്ലാ മുട്ടയിലെയും മഞ്ഞ ഇതേപോലെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ എല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മുട്ടയുടെ പീസ് എടുത്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് ഫില്ലിങ് നിറച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് പ്രസ്സാക്കി വേണം ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് ഫില്ലിങ് നിറച്ചെടുത്തിട്ടുള്ളത്. ഇനി മറ്റൊരു മുട്ടയുടെ പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒരു ബാലൻസിന് വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മുടെ സ്നാക്സിൻ്റെ ഒരു ഷേപ്പ് കേട്ടോ. ഇതേപോലെ തന്നെ ബാക്കിയുള്ള മുട്ടയിലൊക്കെ നമുക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ എല്ലാ മുട്ടയിലും ഫില്ലിംഗ് ഒക്കെ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് കടലമാവും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക.
ഇനി ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഒരുപാടൊന്നും ഒഴിക്കരുത് കേട്ടോ, നമുക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ എനിക്ക് 1/2 കപ്പ് മൈദയിലേക്ക് 1 കപ്പ് വെള്ളമാണ് കേട്ടോ ആവശ്യമായിട്ട് വന്നത്. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഇത് വേണ്ടത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഫില്ലിങ് നിറച്ച് വെച്ചിട്ടുള്ള ഓരോ മുട്ടയും എടുത്ത് ഈ ബാറ്ററിലൊന്ന് മുക്കിയെടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വശം റെഡിയായി വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതാ 2 വശവും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള സ്നാക്സ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള നമ്മുടെ ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ മുട്ട വെച്ചിട്ടായതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.